ഞാൻ ഇന്നലെ കൊല്ലത്തുനിന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ വൈകിട്ട് കടപ്പാക്കട എത്തിയപ്പോൾ 2 ചെറുപ്പക്കാർ ഒരു മരത്തിൻ്റെ മേളിൽ ഇരുന്ന് ഇത് മുറിക്കുകയാണ്. ഒരു സെക്യൂരിറ്റി സംവിധാനവുമില്ല. നമ്മൾ ഈ സിമെൻ്റൊക്കെ കൂട്ടുമ്പോൾ രാംകോയുടെയൊക്കെ മറ്റേ സിമെൻറ്റ് അതുപോലെ ചട്ടിത്തൊപ്പി മാത്രമേ ഉണ്ട്. ഇവരവിടെ നിന്ന് വീട് മരിച്ചാൽ KSEB എന്ത് ചെയ്യും? ഞാൻ നോക്കുമ്പോൾ ഉദ്യോഗസ്ഥൻ ബെൽറ്റ് ഒക്കെ അപ്പുറത്ത് മാറിയിരിക്കുക. ഇവർക്ക് ഒരു സെക്യൂരിറ്റി സംവിധാനമില്ല. ഇവർക്ക് കൊടുക്കുന്ന റെയിൻ കോട്ട് അടക്കം ക്വാളിറ്റി ഇല്ലാത്തതാണ്. നേരത്തെ സെൻട്രൽ പർച്ചേസ്, ഇപ്പോൾ ലോക്കൽ പർച്ചേസാണ്. അപ്പോൾ ഇതിന് ക്വാളിറ്റികളില്ല. സെക്യൂരിറ്റി മെഷേഴ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവർക്ക് കൊടുക്കുന്ന ഷൂ. ഇവർ വർക്ക് ചെയ്യുന്നത് അത്രയും സെൻസിറ്റീവായ ഒരു ഏരിയയിലാണ്. അതെ, കൺസ്ട്രക്ഷൻ ഷൂ ആണ് കൊടുക്കുന്നത്, ഇലക്ട്രിക്കൽ ഷൂ അല്ല കൊടുക്കുന്നത്. 19/12/2023 ഉച്ച കഴിഞ്ഞ് 3:50 എറണാകുളം ഇലക്ട്രിക്കൽ സർക്കിൾ, എറണാകുളം ഇലക്ട്രിക്കൽ ഡിവിഷൻ സെൻട്രൽ സെക്ഷനിലെ കരാർ ജീവനക്കാരനാണ് ശ്രീ രാജേഷ്. LTOH കണ്ടക്ടർ മാറ്റി ABC കണ്ടക്ടർ സ്ഥാപിക്കുന്ന ജോലിക്കിടെ വൈദ്യുതാഘാതമേറ്റ് പോസ്റ്റിൽ വീണ് മരണപ്പെട്ടു. ഇതേപ്പറ്റി KSEBക്ക് റിപ്പോർട്ടുണ്ട്. സത്യത്തിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് കാരണങ്ങൾ, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ. 1, ടവർ ട്രാൻസ്ഫോമറിൽ നിന്നും JP7 എന്ന പോസ്റ്റിലേക്ക് പോകുന്ന OHLന്റെ ഫ്യൂസ് യൂണിറ്റുകൾ ഊരി എർത്ത് ചെയ്യാതിരുന്നത് ഞാനാണോ? അങ്ങാണോ? അടുത്തത്, ഏതൊരു വർക്കും ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പുവരുത്തേണ്ടതായ സ്വിച്ച് ഓഫ് ഐസൊലേറ്റ് ഉറപ്പാക്കൽ, എർത്ത് നടപടിക്രമം LT വർക്ക് സൂപ്പർവൈസറായ ഓവർസിയറാണ് പാലിക്കാത്തത് ഒരു വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുവാൻ പ്രധാന വിലപ്പെട്ട ജീവനാണ് സംഭവിച്ചത്. അതെങ്കിലും സംഭവിച്ചുള്ള കാര്യം. വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഇക്യു പൊട്ടൻഷ്യൽ ബോണ്ടിങ് എർത്ത് JP7 എന്ന പോസ്റ്റിന് ഇരുവശവും ചെയ്തില്ല. വർക്ക് സൂപ്പർവൈസർമാർ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതിൽ വന്ന വീഴ്ച. ഇൻ്റർലിങ്ക് പോസ്റ്റുകളിൽ കളർ കോഡിംഗ് നൽകണമെന്നും ഇൻ്റർലിങ്കിങ് ബോർഡ് സ്ഥാപിക്കണമെന്ന ബോർഡിൻ്റെ നിർദ്ദേശം പാലിക്കാത്തത്. ഇൻ്റർലിങ്കിങ് പോസ്റ്റിൽ സൈഡ് സ്പാൻ ചെയ്യണമെന്ന ബോർഡ് നിർദ്ദേശം പാലിക്കാത്തത്. കേരളത്തിൽ 67 പേരെങ്ങാണ്ടാണ് കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ മരണപ്പെട്ടത്. കരാർ ജീവനക്കാർ 67 കരാർ ജീവനക്കാർ, ഉദ്യോഗസ്ഥരല്ല. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന, പെൻഷനുള്ള, എല്ലാവിധ സൗകര്യമുള്ള മനുഷ്യരല്ല. ഇവർ കരാർ ഏർപ്പെടുത്തുന്ന തുച്ഛമായ വരുമാനത്തിന് പ്രൊമോഷൻ പോലും 10 വർഷമായി ഇതുമായി ബന്ധപ്പെട്ട് ഈ രീതിയിൽ എടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ പോലും ഇല്ല. അവരാണ് വീട് മരിക്കുന്നത്. അവരുടെ കുടുംബം അനാഥമാകുന്നില്ലേ? ഇത് ആരുടെ വീഴ്ച കൊണ്ടാണ്? ഓവർസിയറിന്, സൂപ്പർവൈസറിന്. ഇവർ ആ സീറ്റിലുണ്ടെങ്കിൽ വീഴ്ച വരുമോ? ഒപ്പിട്ടിട്ട് എവിടെ ഇവന്മാർ പോകുന്നത്?